ചേലക്കര ചെറങ്കോണത്ത് വീടുകൾ പണിയുന്നതിന് അനുയോജ്യമായ പ്ലോട്ട് വിൽപ്പനയ്ക്ക്. തൃശൂർ ചേലക്കര മെയിൻ റോഡിൽ നിന്നും 1 കിലോമീറ്റർ ദൂരപരിധിയിൽ ചെറങ്കോണം ആലമ്പുഴ റോഡിൽ 12 സെന്റ് പ്ലോട്ടാണ് വിൽപ്പനയ്ക്കുള്ളത്. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വെറും 10 കിലോമീറ്റർ ദൂരം. 2 കിലോമീറ്റർ പരിധിയിൽ സ്കൂൾ, അമ്പലം, ക്രിസ്ത്യൻ പള്ളി, മുസ്ലിം പള്ളി. 5 കിലോമീറ്റർ ദൂരത്തിൽ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ്, ഹോസ്പിറ്റൽ എന്നിവ അവൈലബിൾ ആണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9400070048 9447175048. എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥികൾക്ക് വിദേശ രാജ്യങ്ങളിൽ വലിയ അവസരമുണ്ടെന്ന് മുൻ MP ഡോക്ടർ PK ബിജു ദേശമംഗലം മലബാർ കോളേജിൽ വിവിധ സ്റ്റാർട്ടപ്പ് സ്കിൽ ക്ലബ്ബുകളുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളാണ് ഭാവിയുടെ പ്രതീക്ഷയെന്നും വിദേശ രാജ്യങ്ങളിൽ ഈ മേഖലയിലുള്ളവർക്ക് നിരവധി തൊഴിലവസരങ്ങൾ ലഭ്യമാണെന്നും മുൻ MPയും KTU സിൻഡിക്കേറ്റ് മെമ്പറുമായ ഡോക്ടർ PK ബിജു പറഞ്ഞു. ദേശമംഗലം മലബാർ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ 30ഓളം നാഷണൽ സ്റ്റാർട്ടപ്പുകളുടെയും സ്കിൽ ക്ലബ്ബുകളുടെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഓരോ സർവകലാശാലയും ഉണ്ടായിരുന്നെങ്കിൽ അത് പിന്നീട് സ്കൂൾ സംവിധാനമായി, പിന്നീട് ഓരോ ടീമടിസ്ഥാനത്തിലുള്ള ഡിപ്പാർട്ട്മെന്റുകളായി മാറി. വിദ്യാഭ്യാസം തന്നെ ഇപ്പൊ 3ആയി വിഭജിച്ചിരിക്കുകയാണ്: ഡിജിറ്റൽ, ഫിസിക്കൽ, ബയോളജിക്കൽ. പഴയതുപോലെ ഓരോ വിഭാഗം തമ്മിലുള്ള അതിർവരമ്പുകളും ഇല്ല. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്നവർ നിർബന്ധമായും AI ടെക്നോളജി അറിഞ്ഞിരിക്കണം. അംബാസിഡർ കാർ ഓടിക്കുന്നത് പോലെ ഇത് പുതുതായി ഇറങ്ങിയ കാറ് നിങ്ങൾക്ക് നന്നാക്കാൻ സാധിക്കില്ല. AI ടെക്നോളജിയിൽ അധിഷ്ഠിതമാണ്. ഇത് ലോകത്ത് 80% വരുന്ന വ്യവസായ ഇൻഡസ്ട്രിയൽ മേഖലയിൽ AI-യുടെ ഉപയോഗം വന്നു കഴിഞ്ഞു എന്നതാണ് ഗ്ലോബലി ഇതിനെ സംബന്ധിച്ചുള്ള കണക്കുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. ലോകത്ത് 49% മനുഷ്യർ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ അതിവേഗത്തിൽ സ്വീകരിക്കുന്നു, അല്ലെങ്കിൽ അതിന്റെ ഉപയോക്താക്കളായി മാറിയിരിക്കുന്നു എന്നതാണ് ഗ്ലോബൽ സ്റ്റാറ്റിസ്റ്റിക്സ് തന്നെ വെളിപ്പെടുത്തുന്നു. കോളേജ് ചെയർമാൻ ഡോക്ടർ KS ഹംസ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വിദ്യാർത്ഥികൾ തന്നെ നേതൃത്വം നൽകുന്ന സംരംഭങ്ങളിലൂടെയും നൈപുണ്യ വികസന ക്ലബ്ബുകളിലൂടെയും നാളത്തെ ലോകത്തിന് അനുയോജ്യരായ ടെക്നോക്രാറ്റുകളെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കോളേജ് ഇത്തരമൊരു പദ്ധതിക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. ചടങ്ങിൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ A അബ്ദുൾ നാസർ, ഡയറക്ടർ ഡോക്ടർ മൻസൂർ അലി, ഡോക്ടർ ബിജു, ഡോക്ടർ വിനോദ്, ഡോക്ടർ മെർലിൻ തുടങ്ങിയവർ സംസാരിച്ചു. വിദ്യാർത്ഥികളുടെ സർഗാത്മകവും സാങ്കേതികവുമായ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുന്ന ഇത്തരം പദ്ധതികൾക്ക് മികച്ച പിന്തുണയാണ് ലഭിക്കുന്നത്. എന്തെല്ലാം മാറ്റമാണ് എനർജി രംഗത്തുണ്ടാകുന്നത്? നമ്മുടെ ഫ്യൂവൽ ഉണ്ടല്ലോ, ഇന്നത്തെ എനർജി എല്ലാം പോയി പോകും. ഈ പോയ എനർജി കംപ്ലീറ്റ് മാറും. അതൊക്കെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അവസാനിക്കും ഒരു കാലഘട്ടത്തിൽ. പുതിയ മേഖല കണ്ടെത്തേണ്ടതുണ്ട്. ഇപ്പൊ ഹൈഡ്രജൻ, നമ്മൾ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഡോക്ടർ കന്യയുടെ നേതൃത്വത്തിൽ ഹൈഡ്രജൻ എനർജി, അതിനെ എങ്ങനെ സ്റ്റോർ ചെയ്യണമെന്നതാണ് അതിന്റെ വിഷയം. കേന്ദ്ര ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന ഗവൺമെന്റിന്റെ അപ്രൂവോടുകൂടി 3 കോടിയോളം രൂപയുടെ ഒരു ഫണ്ട് സാങ്ഷൻ ആയിട്ടുണ്ട്. എങ്ങനെ കൊല്ലങ്ങളോട് പിടിക്കുമ്പോൾ അതിന്റെ ഗവേഷണ പ്രവൃത്തിയാണ്. ഈ രംഗത്ത് ഒരുപാട് സാധ്യതകളുണ്ട്. പല രാജ്യങ്ങളും നമ്മുടെ ഈ പരമ്പരാഗത ഊർജത്തിന് പകരം പല രാജ്യങ്ങളും ആറ്റം, അണു റിയാക്ടറിൽ നിന്നുണ്ടാക്കുന്ന ആറ്റമിക് എനർജി ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ അപകടം മനസ്സിലാക്കിക്കൊണ്ട് ചില രാജ്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ വേസ്റ്റ് ഉണ്ടല്ലോ, ആ വേസ്റ്റ് ഭൂമിയുടെ ഉള്ളിലാണ് വലിയ ടാങ്കറുകൾ വെച്ച് കുഴിച്ചു കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അതൊക്കെ ഒരു കാലം കഴിഞ്ഞാൽ ആ ടാങ്കറുകൾ നശിപ്പിച്ച് പുറത്തേക്ക് പരിഗമിച്ചു കൊടുക്കും. അങ്ങനെ വന്നാൽ വലിയ വികിരണങ്ങളാണ്, അണുവികിരണങ്ങൾക്കാണ് സാധ്യതയുള്ളത്. ന്യൂസ് ഡെസ്ക് CCV.